അപ്പോൾ ചങ്ങായിമാരെ, ഞങ്ങളുടെ നാട്ടിൽ നടന്ന സമൂഹ നോമ്പ് തുറയുടെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാട്ടോ ഇന്നത്തെ വരവ്. അതെ, ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ സമൂഹ നോമ്പ് തുറ, ആനപ്പുറച്ചാൽക്കാരുടെ നോമ്പ് തുറ. അതിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങളത് ലൈറ്റും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ നോമ്പ് തുറ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോട്ടോ, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മളിതാ KM ഡെക്കറേഷൻ വാക്കാലൂർ അവരുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് ടേബിളും കസേരയൊക്കെ എടുക്കുന്നത്. അവർ തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ അവരെക്കാണ് ഏൽപ്പിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ടേബിളും കസേരയൊക്കെ എടുത്ത് നമ്മളെ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സൈറ്റിലെത്തിയപ്പോൾ നമ്മളെ മാനു ഫുള്ള് സൈഡിലുള്ള കാടും പൊന്തൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ സഖാവും മാനുമാണ്. അങ്ങനെ ടേബിളും കസേരയൊക്കെ ഇറക്കിയതിന് ശേഷം ഗ്രൗണ്ട് ഫുള്ള് വെള്ളം അടിച്ചിട്ടോ. നല്ല പൊടിയാണ്, ചെക്കന്മാർ പന്തളിക്കുന്ന സ്ഥലം, അതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പം ഗ്രൗണ്ട് ഫുള്ള് നല്ല രീതിയിൽ തന്നെ രാവിലെ തന്നെ വെള്ളം അടിച്ച് വെച്ചിട്ടോ. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും വെള്ളം ഒന്ന് വലിഞ്ഞ് പൊടിയൊക്കെ ഒന്ന് പോയിക്കോളെന്ന് വെച്ചിട്ട് നമ്മളെ ഫിറുദ് ഇതാ ഇവിടെ ഒരു ടാർപ്പായി വലിച്ചു കെട്ടുന്നുണ്ട്. നമ്മളെ ഫുഡ് ഇവിടെ ഇട്ട് വെക്കാൻ വിചാരിച്ച് അവിടെ ഒരു ടാർപ്പായി വലിച്ചു കെട്ടുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രൗണ്ടൊക്കെ നനച്ച് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ നമ്മൾ നേരെ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകാം. അങ്ങനെ നേരെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ട് അങ്ങനെ നേരെ നമ്മൾ കാവനൂർക്കായിട്ട് വന്നു. കാവനൂർ നമ്മൾ ജുനൈദിൻ്റെ കടയൊക്കെ വന്നു. ജുനൈദ് നല്ല വത്തക്കൊക്കെ തട്ടിമുട്ടി നോക്കിയാണ്ട് ഇങ്ങനെ മുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ മുറിച്ച വത്തൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ചോപ്പില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ചോപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതിലേറെ അടിപൊളി വത്തക്കയാണ് എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് വത്തക്ക, അതുപോലെ തന്നെ പൈനാപ്പിള്, അതുപോലെ കുറച്ച് മുന്തിരി, അതുപോലെ തന്നെ കുറച്ച് പപ്പായൊക്കെ വാങ്ങിട്ടോ. ഒക്കെ ജുനൈദിൻ്റെ കടയിൽ നിന്നിട്ട് വാങ്ങി. അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിയതിന് ശേഷം നേരെ പാവണ്ണക്ക് വിട്ടുട്ടോ. പാവണ്ണ ഈ ഒരു കമ്പനിയിലേക്ക്, ഈ ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു കമ്പനിയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് നേരെ വന്നത് നമ്മൾ ഫ്രൂട്ടജൻ്റെ കമ്പനിയിലേക്കാട്ടോ. അവിടെ വാക്കാലൂർ തന്നെയാണ്, നമ്മളെ വാക്കാലൂരിലുള്ള ഫ്രൂട്ടജൻ്റെ കമ്പനിയിൽ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിൽ വില കുറച്ചൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജ്യൂസ്. അങ്ങനെ നമ്മളിതാ ഫ്രൂട്ടജൻ്റെ കമ്പനിയിൽ നിന്ന് നമ്മൾ ജ്യൂസൊക്കെ ആയിട്ട് നേരെ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പരിപാടി തുടങ്ങിയിട്ടോ. ഏകദേശം 5-5:15 ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ വത്തക്കയും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുന്ന തുടങ്ങിയിട്ടോ. അപ്പോൾ ഇവിടെ ഒരു കൂട്ടർ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതാണ്. അപ്പുറത്ത് നമ്മൾ ടേബിള് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഏകദേശമൊക്കെ ഫുള്ള് സെറ്റാക്കൽ തുടങ്ങിയിട്ടോ. അങ്ങനെ ടേബിളൊക്കെ ഫുള്ള് സെറ്റാക്കി തീർന്നട്ടോ. ഇതാണ് നമ്മളെ സൈറ്റ്. അടിപൊളിയായിട്ട് ഫുള്ള് ടേബിളും കസേരയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും എല്ലാ പണിയും കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഏകദേശം ആളുകളൊക്കെ വരുന്ന തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏകദേശം ആളുകളൊക്കെ എല്ലാവരും ഇപ്പം സമയമാവാൻ വേണ്ടി നിൽക്കട്ടോ. അതിൻ്റെ സമയത്ത് ആ സമയത്താണ് നമ്മളെ ചോറ് വരുന്നത് കേട്ടോ. അങ്ങനെ ഫുഡ് വന്ന് ഇങ്ങനെ ബിരിയാണി ചെമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ ബിരിയാണി ചെമ്പ് ഇറക്കി ഫുള്ള് സെറ്റാക്കിട്ടോ. അങ്ങനെ നമ്മളിതാ ബിരിയാണി ചെമ്പൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ പണിയിൽ ഏർപ്പെട്ട് തുടങ്ങി. അൽത്താപ്പ് അവിടെ ചായ പാരിന്, അതുപോലെ തന്നെ ഓരോരുത്തർ ടേബിൾ സീറ്റ് വിരിക്കുന്നു, കുറച്ച് ആൾക്കാർ പ്ലേറ്റ് വെക്കുന്നു. ചെറുത്തത് അവിടെ നമ്മളെ ചോറ് കുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കുത്തി ചോറ് കുട്ടാപ്പി നല്ല രീതിയിൽ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിൽ ഏർപ്പെട്ടിട്ട് ഇപ്പം ഫുള്ള് സജീവമായിട്ട് എല്ലാവരും ഓരോ പണിയിലായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ സമയം ഏകദേശം ആയി തുടങ്ങിട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫ്രൂട്ട്സായിട്ടും ജ്യൂസായിട്ടൊക്കെ ഫുള്ള് സെറ്റാക്കി തുടങ്ങിയിട്ട് നമ്മൾ
കോർഡിനേറ്ററാണ്. മതത്തിൻ്റെ, ജാതിയുടെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ പേരിൽ മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കുമ്പോൾ ഇത്തരം ഇഫ്താർ മീറ്റുകൾ എന്തുകൊണ്ടും പ്രശംസനീയമാണ്. മാത്രമല്ല ധാരാളം ചെറിയ കുട്ടികളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കുട്ടികൾക്ക്, ഭാവിയിൽ വരുന്ന കുട്ടികൾക്ക് ഒരു മഹത്ത സന്ദേശം കൂടിയാണ്. നമ്മുടെ പൂർവികർ മതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി പോലെ, നാനാത്വത്തിൽ ഏകത്വം പോലെ എല്ലാവരും നാം ഒന്നാണ് എന്നൊരു സന്ദേശം ഈ ഇഫ്താറിലൂടെ നമുക്ക് കൈവരിക്കാൻ പറ്റും. ഭാവിയിലും ഇത്തരം സംരംഭങ്ങൾ നടത്താൻ ഈ പ്രദേശത്തുകാർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഘാടകർക്ക് എല്ലാവിധ നന്ദിയും ആശംസിക്കുന്നു. പറയാല്ലേ